റിപ്പോർട്ട് അടിച്ച് കളയാൻ എനിക്കറിയാം. എനിക്ക് തന്റെ ഒരു സാധനം വേണ്ടാന്നുള്ളൂ. പക്ഷെ എനിക്ക് പറയാലോ. ഞാൻ പറയും മസ്താനി, കയ്യിലിരിപ്പ് അങ്ങനെ ആയതുകൊണ്ട് പറയും. മസ്താനി ഇനി നിങ്ങളുടെ കയ്യിലിരിപ്പ് അങ്ങനെയായിരുന്നു. എന്തോ നിങ്ങളുടെ കയ്യിലിരിപ്പ് അങ്ങനെയായിരുന്നു. മസ്താനി ഞാൻ ഇത്ര ചീപ്പല്ല. മസ്താനി ഞാൻ അത്ര ചീപ്പല്ല. മസ്താനി എന്താണെന്ന് എല്ലാവരും കണ്ടതാ. ഇവരുള്ളവർക്ക് അറിയാം. ഇറങ്ങിപ്പോയത് ഞാൻ അന്തസായിട്ട് ഇറങ്ങിപ്പോയത്. ചാച്ചന്റെ ഓട്ടോലല്ലേ? എന്തോ എന്താ മസ്താനി കേട്ടില്ല? ചാച്ചന്റെ ഓട്ടോലല്ലേ? മസ്താനി ഇതിനുള്ള ചാച്ചന്റെ ഓട്ടോയ്ക്ക് എന്താ കുഴപ്പം? മസ്താനി ആ ഓട്ടോയിൽ എന്റെ അപ്പൻ എന്നെ ഓട്ടോയിൽ കൊണ്ടുവന്നിട്ടാണ് ഇവിടം വരെ എത്തി നിൽക്കുന്നത്. പറഞ്ഞത് ചാച്ചന്റെ ഓട്ടോ എന്ന് പറയുന്നത് ചാച്ചന്റെ ഓട്ടോയ്ക്ക് എന്താ കുഴപ്പം? മസ്താനി ചാച്ചന്റെ ഓട്ടോയിലല്ലേ പുറ്റിച്ചില്ലേ? എന്താ കുഴപ്പം? ചാച്ചന്റെ ഓട്ടോയ്ക്ക് എന്താ കുഴപ്പം? ആ ചാച്ചൻ ഓട്ടോ ഓടിച്ച് നടക്കാൻ ഇവിടം വരെ എത്തിയത്. അത് ഞാൻ പ്രൗഡ് ആയിട്ടാണ് ഇതുവരെ എല്ലാ വേദികളിലും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്ന് ലൈഫ് സ്റ്റോറി പറയാൻ ബിഗ് ബോസ് വന്നപ്പോൾ എന്റെ അപ്പൻ ഓട്ടോ ഓടിച്ചാണ് ഇവിടം വരെ എത്തിച്ചെന്ന് അന്തസായിട്ട് പറഞ്ഞു. ഇല്ല, എനിക്കൊരു സ്ക്രീൻ സ്പേസ് വേണ്ട. മസ്താനി എന്റെ ചോദിച്ചാൽ മറുപടിയാണ്. എന്നിട്ട് മസ്താനി ഇതിന് വളച്ചൊടിച്ചത് ഞാൻ എന്റെ ദാരിദ്ര്യം പറഞ്ഞത്. മസ്താനി ഒന്ന് ആലോചിച്ചു സ്വന്തമായിട്ട് എന്തൊക്കെയാ ചെയ്തത്? സ്വന്തമായിട്ട് എന്തൊക്കെയാ ചെയ്തത്? കാണിച്ചു കൂട്ട് എന്തൊക്കെയാണ് ആൾക്കാർ ഇപ്പൊ നീ ചെയ്തതിന്റെയാണ് നിനക്ക് തിരിച്ചു കിട്ടുന്നത്. മനസ്സിലായില്ലേ? പൊട്ടിക്കാനുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് കുറെ പേര് ആസ്വദിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. ആലോചിച്ച് നോക്ക് കയ്യിലിരിപ്പ് എന്തൊക്കെയാണ്. പിന്നെ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെറും ചെറ്റത്തരാ. ചാച്ചന്റെ ഓട്ടോയിലല്ലേ? ഞാൻ അങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയി. നിന്നെ എങ്ങനെ ഇവിടെ ഇറക്കി വിട്ടു? എല്ലാവരും കൂടെ ആട്ടി കളിയാക്കി പുച്ഛിച്ചല്ലേ നിന്നെ ഇറക്കി വിടുന്നത്? പോത്തറി നടക്കാൻ പറ്റില്ല, നാട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ലല്ലോ. ഇല്ലേ? കയ്യിരിപ്പിന്റെ കാണിച്ചതിന്റെ ഒന്നില്ലെങ്കിൽ ഞാൻ ഓട്ടോ ഇറങ്ങിപ്പോയി അന്തസായിട്ട് ഇറങ്ങിപ്പോയി. മനസ്സിലായില്ലേ? കയ്യിരിപ്പിന്റെ ഹലോ നന്മ കൂടുതൽ നന്മ ചപ്പയല്ലേ 14 ദിവസം ഞാൻ നിന്നെങ്കിൽ ഞാൻ ഒരു തെണ്ടിത്തരം ഇവിടെ കാണിച്ചിട്ടില്ല. ഒരാൾക്ക് ഒരു വീഴ്ച വരുമ്പോഴാണെങ്കിലും ഇപ്പൊ മനസ്സിലായില്ലേ കോളേജ് എന്താണെന്നുള്ള കാര്യം? അവർക്ക് അങ്ങനെ പറയണം. എന്റെ വായിലുള്ള പല ചെറ്റ വർത്തമാനങ്ങൾ നിന്നെ പോലെ പറയല്ല. അതുകൊണ്ട് പറയാത്തത് അവിടെ വന്നില്ലേ? ഞാൻ നെറ്റായിട്ട് ചാച്ചന്റെ ഓട്ടോയല്ലേ? അവർക്ക് ഇതിന് മുമ്പ് ഇങ്ങനെ കുറച്ച് അതിനുള്ള നിനക്ക് കിട്ടി. ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുക. ഇനിയും ഞാൻ തരും. കൂടിപ്പോയാൽ ഞാൻ നിന്റെ പേരിലെങ്കിലും വീഡിയോ ഇടുന്ന റിപ്പോർട്ട് ചെയ്ത് കാണാൻ പറ്റും. അത്രയല്ലേ ഉള്ളൂ. അതിനപ്പുറത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. വെല്ല് വിളിക്കുന്നു. പറ, തിരിച്ചു സംസാരിക്കും. എനിക്കൊന്നും പറയാനില്ല. എന്താ മസ്താനി അവിടെ നോക്കി ഷോ കാണിക്കണം? ഇവിടെ നോക്ക്. ഞാൻ അന്തസായിട്ട് ഇതിന് മുഖത്ത് നോക്കിയാൽ സംസാരിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞത് തിരിച്ചു പറ. എന്തെങ്കിലും പറഞ്ഞു തിരിച്ചു ഇത്രയും പറഞ്ഞില്ല. തിരിച്ചു പറഞ്ഞു ഇല്ല. കാരണം നിനക്ക് പറയാൻ ഒന്നും ഇല്ല. മനസ്സിലായില്ലേ? ഇനിയിപ്പോ കരഞ്ഞു കാണിച്ച് എനിക്ക് അങ്ങനെയാണ് എനിക്ക് പുറത്തേക്ക് നടക്കാൻ പറ്റുന്ന ജോലി പോയി പറഞ്ഞ ആൾക്കാർ സിമ്പതി പിടിച്ചു വരുന്ന പോലെ മസ്താനി നടക്കത്തില്ല. അതാണ് രാവിലെ ഞാൻ എടുത്ത് ഇത്രയും നേരം ഉണ്ടായിരുന്നത്. രാവിലെ ഇങ്ങോട്ട് വന്ന് കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് നിന്റെ സിമ്പതി ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. നീ വന്നപ്പോൾ പോലും എനിക്ക് മൈൻഡ് കൊണ്ട് ഞാൻ താല്പര്യം ഉണ്ടാവില്ല. അത് എന്റെ കയ്യിരിപ്പിന്റെ ഇവരൊക്കെ ചിലപ്പോൾ വീടായിരിക്കും. കണ്ണീർ കാണും. ഇവരൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കുക. എന്നെ അതിനെ കിട്ടത്തില്ല. കാരണം നിന്റെ വായിൽ എന്റെ അടുത്ത് വന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് കേട്ട സംസാരില്ല. അതിന്റെ ഇരട്ടിയാ മസ്താനിയാണ് സംസാരിച്ചത്. അങ്ങനെ മസ്താനി പറഞ്ഞു എനിക്ക് എന്റെ വീട്ടിലെ അവസ്ഥ എന്റെ ദാരിദ്ര്യം പറയുന്നത് ബിഗ് ബോസ് വന്ന ക്യാമറ മുമ്പിൽ ഒന്ന് പറയേണ്ട ആവശ്യമില്ല. നീ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ എന്തോ മല മറച്ചു നീയാണെന്ന്. അതൊക്കെ പോലെ തന്നെ ഓരോരുത്തരും മനസ്സിലായില്ലേ? ഓരോരുത്തരും കഷ്ടപ്പെടാൻ ഇവിടെ എത്തിയത്.